നമുക്ക് ഇപ്പോൾ വൈറ്റ് ഹൗസിലാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉള്ളത്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി 90 മിനിറ്റോളം അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ വർഷങ്ങളായി വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ട്രംപിനെ കാണാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സന്ദർശനങ്ങൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. ചുവപ്പ് പരവതാനി വിരിച്ചുള്ള സ്വീകരണം, ഊഷ്മളമായ ഹസ്തദാനം, ഇസ്രായേൽ US സഖ്യത്തിൻ്റെ ദൃഢതയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ, ഇവയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. എന്നാൽ ഇതിലെ പതിവുകൾ അപ്പാടെ തെറ്റുന്ന ഒരു പശ്ചാത്തലമാണ് നെതന്യാഹുവിൻ്റെ ഈ 7ാമത്തെ വരവ്. ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം 7ാമത്തെ വരവാണ് നെതന്യാഹുവിൻ്റേത്. പക്ഷേ അവസാനമായി ഇവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിക്കുകയും തുടർന്ന് വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുകയും ഇറാനെ ആക്രമിക്കുകയും മറ്റും ചെയ്തത്. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബന്ധത്തിൽ കാര്യമായി മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ലോകമാധ്യമങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന സഹകരണവും പരസ്പരമുള്ള പ്രശംസയും വഴിമാറുന്നു. ട്രംപ് തൻ്റെ ഏറ്റവും ശക്തനായ അന്താരാഷ്ട്ര വക്താവിനെതിരെ അസഭ്യവാക്കുകൾ പോലും കലർത്തി രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്ന പശ്ചാത്തലമാണ്. ഇന്നലെയും അത് സംഭവിച്ചു. വിമാനത്തിൽ കയറിയപ്പോൾ എയർഫോഴ്സ് വണ്ണിൽ വെച്ച് താനാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, അതിന് ഇപ്പോൾ ഏത് ശക്തനായാലും അത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നുള്ള പ്രതികരണം നടത്തിയത് വളരെ കൃത്യമായി നെതന്യാഹുവിനെതിരെയായിരുന്നു. നെതന്യാഹു നടത്തുന്ന 7ാമത്തെ ഈ സന്ദർശനത്തിൽ മറ്റേത് ലോക നേതാവിനേക്കാളും കൂടുതലായി ട്രംപിനെ കണ്ട ഒരാളെന്ന വിശേഷണം കൂടി നെതന്യാഹുവിനുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു നേതാവായാണ് നെതന്യാഹു ഇത്തവണ ട്രംപിനെ കാണാൻ എത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് പലവട്ടം വിമുഖത കാട്ടി. പക്ഷേ നിരന്തരമായി നെതന്യാഹു പ്രഷർ ചെലുത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അന്തരിച്ച US സെനറ്ററുടെ മരണം, അതിൻ്റെ സംസ്കാരത്തിൽ പങ്കെടുക്കാനായി എത്തുകയും സ്വാഭാവികമായി അങ്ങനെ എത്തുമ്പോൾ ഒരു കൂടിക്കാഴ്ച നിഷേധിക്കാൻ ട്രംപിന് സാധിക്കാത്ത പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ കൂടിക്കാഴ്ച സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ബന്ധത്തെ സാധാരണ നിലയിലാക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കാണുകയാണ്. ഇറാൻ യുദ്ധത്തിലെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും നയതന്ത്രപരമായ വിട്ടുവീഴ്ചകൾക്കെതിരെ ട്രംപിന് മുന്നറിയിപ്പ് നൽകാനുമൊക്കെ വൈറ്റ് ഹൗസിലേക്കുള്ള യാത്ര നെതന്യാഹു ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അടച്ചിട്ട മുറിയിൽ നടത്തിയ ചർച്ചകളിൽ നെതന്യാഹു മുന്നോട്ട് വെച്ച ഒരു കാര്യവും അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നേരത്തെ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു അതൃപ്തിയൊക്കെ ഉണ്ട്. കാരണം തുടർച്ചയായി ഇങ്ങനെ നിർബന്ധപൂർവ്വം നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് സമയം നേടിയെടുക്കാനുള്ള ശ്രമത്തെ, ഇതിനെ അതൃപ്തിയോടുകൂടി ഉദ്യോഗസ്ഥർ പലതും വിശേഷിപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ സെനറ്ററുടെ മരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരവസരമൊരുക്കി എന്നാണ് പറയേണ്ടത്. അപ്പോഴും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് നെതന്യാഹുവും ട്രംപും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ട് എന്നും മറ്റുമാണ്. പക്ഷേ അതിന് യാതൊരു തരത്തിലുള്ള സാധൂകരണവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫെബ്രുവരിയിൽ ഇരുവരും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇറാനെതിരെ സംയുക്ത സൈന്യ നീക്കത്തിലുള്ള അടിത്തറ പാവുകയായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്ന ആക്രമണങ്ങൾ അഭൂതപൂർവമായ സൈനിക ഏകോപനത്തിൻ്റെ ഉദാഹരണമായി മാറി. നെതന്യാഹുവും ട്രംപും ആവേശത്തോടുകൂടി സംയുക്ത പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനാവാതെ വന്നതോടെ, യുദ്ധം വല്ലാതെ നീണ്ടുപോയതോടെ, പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും സാധിക്കാൻ പറ്റാതായതോടുകൂടി നെതന്യാഹുവുമായി ട്രംപ് അങ്ങനെ അകലുകയാണ്. ട്രംപിനെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ ട്രംപിനൊപ്പമുള്ള ഉദ്യോഗസ്ഥർ ശ്രമിക്കുക കൂടി ചെയ്തപ്പോൾ ഈ യുദ്ധത്തിലെ ഒരു സ്തംഭനാവസ്ഥ, തൻ്റെ സമ്പത്ത് ചോരുന്നത്, ആയുധങ്ങൾ ചോരുന്നത് ഒക്കെ ട്രംപ് മനസ്സിലാക്കുകയും മറ്റും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതോടെ ടെഹ്റാനിലെ ഭരണകൂടത്തോടുള്ള രോഷം ട്രംപിന് വല്ലാതെ വർദ്ധിച്ചുവെന്നാണ് US ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപിന് പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ ചിലത് അവതരിപ്പിക്കുക, അതായത് അമേരിക്ക അറിയാതെ തന്നെ പല രഹസ്യാന്വേഷണങ്ങളും നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടി ട്രംപിന് തൻ്റെ രോഷം വല്ലാതെ വർദ്ധിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയാണ്. വെടിനിർത്തൽ പെട്ടെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനെ ചൊല്ലി ട്രംപിനെ വലിയ തോതിലുള്ള പ്രതിഷേധം നെതന്യാഹു അറിയിച്ചതും വലിയ കാരണമാകുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും നെതന്യാഹു യോജിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം വൈസ് പ്രസിഡന്റ് JD വാൻസ്, ജാരഡ് കുഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരെ പരസ്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില രഹസ്യ അന്വേഷണങ്ങൾ കൂടി ഇസ്രായേൽ ആരംഭിക്കുന്ന പശ്ചാത്തലവും മറ്റും ഉണ്ടായിരുന്നു. അത് ട്രംപ് മനസ്സിലാക്കുകയും തുടർന്ന് അസ്വാരസ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഇതിനൊക്കെ അടിസ്ഥാനമായ ഒരു കാരണം ചൂണ്ടിക്കാട്ടുന്നത് ഒക്ടോബറിലാണ്
ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ നെതന്യാഹുവിൻ്റെ ജനപ്രീതി വല്ലാതെ ഇടിഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ജനപ്രീതി തിരിച്ചുപിടിക്കാൻ ഇറാനെതിരെയുള്ള യുദ്ധം വിജയിക്കുക അത്യാവശ്യമാണ് എന്ന് നെതന്യാഹു തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. തുടർന്നാണ് അമേരിക്കയെ ഇതിന് പ്രേരിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത്. അത് ഒരു തരത്തിലും അമേരിക്ക സമ്മതിക്കുന്നില്ല, ട്രംപ് സമ്മതിക്കുന്നില്ല. ഇറാനുമായി ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ അത് തുടരാൻ ട്രംപ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ അസ്വാരസ്യങ്ങൾ, ഭിന്നത ഇറാൻ അപ്പുറത്തേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടം, പ്രത്യേകിച്ച് ലെബനെതിരായ പോരാട്ടം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പലപ്പോഴും നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊരു തരത്തിലും സമ്മതിക്കാൻ നെതന്യാഹു തയ്യാറായില്ല. നിങ്ങളെ എല്ലാവരും വെറുക്കുന്നു എന്ന് പോലും ഫോണിൽ വിളിച്ച് നെതന്യാഹുവിനോട് പറയാൻ പോലും ട്രംപ് തയ്യാറായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ത്രികക്ഷി കരാറിന് ഇസ്രായേൽ സമ്മതിച്ചിരുന്നുവെങ്കിലും ഹിസ്ബുള്ളയെ നിരായുധരാക്കാതെ തെക്കൻ ലെബനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ അവർ വിസമ്മതിക്കുന്ന പശ്ചാത്തലവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ദീർഘകാലം നിലനിൽക്കുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്ക് പുറമെ പുതിയ വിഷയങ്ങൾ കൂടി ഉയർന്നു വരികയാണ്. അത്യാധുനിക സ്റ്റെൽത്ത് F-35 യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് വിൽക്കാനുള്ള ട്രംപിൻ്റെ പദ്ധതി ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നു. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള സിവിലിയൻ ആണവ കരാറും ട്രംപിനെ അസ്വസ്ഥമാക്കുന്നു. അതായത് ഇസ്രായേലിൻ്റെ സൈനിക മേധാവിത്വം അത് കുറയ്ക്കും എന്നുള്ള ഭീതി നെതന്യാഹുവിന് ഉണ്ട്. അത് സൗദിക്ക് കൂടി ആണവായുധമടക്കം നിർമ്മിക്കാൻ അവസരം നൽകിയാൽ ഒരു മത്സരത്തിന് ഇടയാകും എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, തുർക്കിയുമായുള്ള കാര്യം ഒരു വശത്ത്, മറ്റൊന്ന് സൗദിയുമായുള്ള കരാർ വേറൊരു വശത്ത്, അങ്ങനെ എല്ലാ തരത്തിലും നെതന്യാഹുവിനെ അസ്വസ്ഥപ്പെടുത്തുന്ന പല തീരുമാനങ്ങളും ട്രംപിൻ്റെ ഭാഗത്തുണ്ടാവുകയും യുദ്ധം നിർത്താനുള്ള ട്രംപിൻ്റെ തീരുമാനം നെതന്യാഹുവിനെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും മറ്റും ചെയ്യുന്നു. മറ്റൊന്ന്, ഇസ്രായേൽ പറഞ്ഞ പല ലക്ഷ്യങ്ങളും സാധിക്കാനാവാതെ അമേരിക്ക വല്ലാതെ കുഴയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും മറ്റും ചെയ്തപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വസ്ഥതയുണ്ടാകുന്നു. ട്രംപ് നെതന്യാഹുവിനെ ഒരുപക്ഷെ ഇനിയിപ്പോൾ പരസ്യമായുള്ള ചീത്തവിളിയൊക്കെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. അത്തരത്തിൽ വല്ലാതെ ഉലയുകയാണ് ഈ ലോക നേതാക്കൾ തമ്മിലുള്ള ബന്ധം. അതിന് ഗൂഢമായി ചിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, അത് ഇറാനാണ്. കാരണം ഇറാനെതിരെ വലിയ ആക്രമണം നടത്താനാണല്ലോ ഇരു നേതാക്കൾ തമ്മിൽ യോജിക്കുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വരുന്ന പശ്ചാത്തലവും സന്തോഷിപ്പിക്കുന്നത് ഇറാനെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.